ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇന്ന് കല്യാണമുണ്ട്, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആകെ ചെക്കപ്പൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോഴേ നമുക്ക് കുഞ്ഞു വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പോകാം. കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോകാം. നമുക്ക് കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ, വലിയ വിശേഷങ്ങളൊന്നുമല്ല, കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തിരക്കാണ് അതുകൊണ്ട് സുഖിക്കൊന്നും വീഡിയോ ഇടാനും ഒന്നും ഒക്കുന്നില്ല. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഇടുന്ന വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കൂട്ടുകാരെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോഴും വായോ, നമ്മുടെ കിണറൊക്കെ കോരി ഇറച്ചു. കിണറ്റിൽ വെള്ളം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം. കാണത്തില്ല കേട്ടോ, നോക്കാം. അല്ല, വെള്ളം ഉണ്ടോയെന്നേ കാണത്തില്ല ചിലപ്പോൾ, ഇങ്ങനെ താഴോട്ടായതുകൊണ്ടേ. ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് കിണർ കോരി ഇറക്കുക എന്നാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? കിണർ കോരി ഇറക്കുന്നതിന് കിണർ തേവുക എന്ന് പറയല്ലേ. കിണർ തേവുക എന്ന് പറയും, നമ്മൾ കോരി ഇറക്കുക എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നോക്കട്ടെ, കിണർ വെള്ളം വന്നു കേട്ടോ, വെള്ളം വന്നു. പിന്നെ പണ്ടൊക്കെ ഈ കിണർ കോരുമ്പോഴേ മീനെ ഇടുമായിരുന്നു നമ്മൾ. പണ്ടൊക്കെ മീനെ ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കോരി ഇറക്കുമ്പോൾ ഇഷ്ടംമാതിരി മീനെ കിട്ടുമായിരുന്നു. ഇപ്പം പിന്നെ ആരും അതൊന്നും ചെയ്യുന്നില്ല. കാണാൻ ഒക്കത്തില്ല കേട്ടോ, ഞാൻ കാണിച്ചാലും കാണാൻ ഒക്കത്തില്ല. മോളെ അതൊന്ന് ഓഫാക്കിയാലേ. ഞാൻ വിചാരിച്ചേ കാണാൻ ഒക്കത്തില്ലെന്ന് കേട്ടോ. അതേ ഉണ്ട്, കാഴ്ചയൊക്കെ ഉണ്ട്. മൊബൈൽ ഇതിനകത്തൂടെ പോകാതിരുന്ന ഭാഗ്യം. ഉപ്പും പിന്നെ ഈ കരിക്കട്ടയൊക്കെ ഉണ്ടല്ലോ, കരിക്കട്ടയൊക്കെ നമ്മളിടുന്നത്, ഈ ചിരട്ടക്കരി, അതൊക്കെയാണ് നമ്മളിടുന്നത് കേട്ടോ. ഞാൻ കാണിച്ചില്ലേ ചാമ്പയ്ക്ക് ഇഷ്ടംമാതിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ. ചാമ്പയ്ക്കയല്ല, അമ്പലത്തിലേക്ക് അച്ചാറിടാൻ കൊണ്ടുപോയി. അമ്പലത്തിൽ സപ്താഹം. അപ്പോഴും അമ്പലത്തിലേക്ക് നമ്മുടെ ചാമ്പയ്ക്കയെല്ലാം കൊണ്ടുപോയി കേട്ടോ. രാവിലെ വന്നെല്ലാം പറിച്ചു കൊണ്ടുപോയി അവർ. കൊണ്ടുപോട്ടെ അല്ലേ. ഒത്തിരിയൊക്കെ അങ്ങ് പോയായിരുന്നു, ഒത്തിരിയൊക്കെ അങ്ങ് പോയി. ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു കേട്ടോ. ചെമ്പരത്തിപ്പൂവേ ചൊല്ലൂ ദേവേനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ആ സുപ്പ് കറങ്ങി നടക്കുന്ന കേട്ടോ. എടാ പേർഷ്യൻകുട്ടാ, നമ്മുടെ പേർഷ്യൻകുട്ടനെ അവിടെ ഇപ്പോണ്ട്. ഞാൻ കാണിക്കാം പേർഷ്യൻകുട്ടനെ കേട്ടോ. നമ്മുടെ പേർഷ്യൻകുട്ടൻ എന്തേ നിൽക്കുന്നു. എടാ പേർഷ്യൻകുട്ട, എന്തെടുക്കുവാടാ നീ? നമ്മുടെ പേർഷ്യൻകുട്ടൻ നാടനാ കേട്ടോ, മറ്റേ സൈസ് ഉണ്ട് നമുക്ക്, നാടൻ. പിന്നെ ഭയങ്കര കുരയാണ്, ഇച്ചിരി ഉള്ളതിലും ഭയങ്കര കുരയാണ് അവൻ കേട്ടോ. ഡാ ടുട്ടുവേ, ഭയങ്കര കുരയാണ് അവൻ. ഇവിടെ പിയെ വന്ന് രാവിലെ തൂത്തിട്ട് പോയി കേട്ടോ. രാവിലെ തൂത്തിട്ട് പോയി. ഇന്നൊരു കല്യാണത്തിന് പോയിട്ട് വന്നു ഞാൻ. ഓമയ്ക്കെല്ലാം വീണ്ടും പഴുത്ത് നിൽക്കുന്നു കണ്ടോ. വീണ്ടും ഓമയ്ക്കെല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ചെടികളെല്ലാം വാടിക്കരിഞ്ഞ്. മക്കളെ, നിങ്ങൾ ഈ ഒരു സംഭവം പണ്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പണ്ട്? നമ്മുടെ ലേഡീസ് കനകാമ്പരത്തിൻ്റെ അരിയെടുത്ത് നമ്മളൊക്കെ ചെയ്യുവാൻ. അരിയെടുത്ത് ഇങ്ങനെ തുപ്പലിങ്ങനെ തേച്ചിട്ട് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല അരി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെയിലത്തോട്ട് കൊണ്ടുപോയി. വെയിലത്തോട്ട് കൊണ്ടുപോയിക്കുമ്പോൾ ഇത് പൊട്ടി വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടി പോയി. സ്നേക്ക് പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാം നിങ്ങളയ്യോ.
റോസാപ്പൂ 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 കണ്ടോ, റോസാപ്പൂ. ഇത് നമ്മുടെ റൂമാട്ടോ, ബെഡ്റൂമാണ്. റോസാപ്പൂ റോസാപ്പൂ. ഒരാൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് തുടങ്ങി അവിടെ കേട്ടോ. അവിടെ ഒരാൾ നിൽപ്പുണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. എന്നെ വഴക്ക് പറഞ്ഞു, അമ്മയ്ക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വയ്യ, എല്ലാം ഉണങ്ങിക്കരിയുകയാണെന്നും പറഞ്ഞു വഴക്കുണ്ടാക്കിയതേ അവിടെ കിടന്ന് വെള്ളം ഒഴിക്കുന്നു. കണ്ടോ, നിരയായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വളർന്ന് നിൽക്കുന്നേ കണ്ടോ. അമ്മയ്ക്ക് വയ്യാതായപ്പോഴത്തേനുള്ള സംഭവ വികാസങ്ങളാണ് കണ്ട. അമ്മയുണ്ടെങ്കിൽ ഇങ്ങനൊന്നും നമ്മുടെ വിറക് നമ്മുടെ പണ്ടത്തെ ഇരുത്തിലാട്ടോ, അതൊന്നും ഇങ്ങനൊന്നും കിടക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ ഇങ്ങനെ എല്ലാം അടുക്കി പറക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചെതൽ കയറിയതാട്ടോ, ചെതൽ കയറി ഞാനെന്താ നമ്മുടെ അല്ലേ ഇതൊക്കെ ശരിയാക്കി തരുന്നത്. അപ്പോഴില്ല വിറക് കൊണ്ട് വയ്ക്കുന്ന ഭാഗമെല്ലാം ഇങ്ങനെ ചെതൽ കയറിയിരിക്കുകയാണ്. ഇനിയെല്ലാം ഒരു ദിവസം നമുക്ക് അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വൃത്തിയാക്കണം. അമ്മയുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇതിപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ. നമുക്ക് അടുക്കളയിൽ നിൽക്കണം, ഇങ്ങനെ കറങ്ങണം. അയ്യോ, എനിക്ക് സമയമില്ല, എനിക്ക് തീരെ സമയമില്ല. നമ്മുടെ പിയേയും കൊണ്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി ഒന്ന് സെറ്റാക്കി വെക്കണം. പിള്ളേർ വിറകൊക്കെ കീറി ഒതുക്കി വെക്കണം. ഇതെല്ലാം പറക്കി എടുത്ത് അങ്ങനെ വെക്കണം, ഇങ്ങോട്ടെടുത്ത് വെക്കണം. സെറ്റ്. ഇപ്പം വീഴും പിന്നെ വീഴുമെന്നും പറഞ്ഞ് നമ്മുടെ കൊലക്കുട്ടന്മാർ നിൽക്കുന്ന കണ്ടോ, കൊലക്കുട്ടന്മാർ. ഇപ്പം വീഴും പിന്നെ വീഴുമെന്നും പറഞ്ഞ് നമ്മുടെ കൊലകൾ ഇങ്ങനെ നിൽക്കുകയാണ്. താങ്ങി നിർത്തി അവിടെ ഇവിടെയെല്ലാം പിടിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം പിടിച്ച് കെട്ടിയേക്കുകയാണ്. പിന്നെ നമുക്കിവിടെ ഒരു വിശേഷമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൺവെൻഷനാണ് കേട്ടോ, കൺവെൻഷനാണ്. അപ്പോഴതേ മൈക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ കാണിക്കാം. 3 ദിവസത്തെ പരിപാടിയാണ് കൺവെൻഷൻ. നല്ല രസമാണ് കേട്ടോ. അപ്പോഴും പിന്നെ നമുക്ക് ലൈവിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര പാട്ടും ബഹളവും ഒക്കെയാണ്. ഒരു 4 മണി മുതൽ അവർ ലൈവൊക്കെ ലൈവൊക്കെ ഉണ്ട്, ലൈവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നവരെല്ലാം മൈക്കൊക്കെ കെട്ടി എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കെട്ടി ഈ പോസ്റ്ററിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട് മൈക്ക് ദേ നമ്മുടെ പോസ്റ്റർ ഇരിപ്പ്, ആ പോസ്റ്റർ ഇരിപ്പാണ്. ദേ ഇങ്ങനെ അങ്ങ് വരെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കേട്ടോ. നമ്മളിവിടെ ഇല്ലായിരുന്നു, ഞാൻ കല്യാണത്തിന് പോയി, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ എല്ലാം സെറ്റാക്കി. നമ്മൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ. ആരാടെയാണ് പോകുന്നത്? നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഓക്കെ, പോസ്റ്ററൊക്കെ കെട്ടി കേട്ടോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഇവർ പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് കെട്ടി. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ആളും പേരും ഒക്കെയാണ്. ഇവിടെ എല്ലാം വൃത്തിയാക്കും. പോസ്റ്ററൊക്കെ എൻ്റെ ഓമയ്ക്കകത്താണോ കെട്ടിയത്? പോസ്റ്ററൊക്കെ കെട്ടി കേട്ടോ. ആരാടേ വരുന്നത്? നമ്മുടെ മഞ്ഞപ്പൂ കണ്ടോ കിടക്കുന്നത്? അടിപൊളി, സൂപ്പർ. നമ്മുടെ പനയുടെ ആ പാക്ക് പഴുത്തിങ്ങനെ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ആളും പേരുവാണ്. നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോകാം കേട്ടോ. ഞാൻ പാത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ചേട്ടന്മാരെല്ലാം അവിടെ നിൽക്കുന്നു. ഓടി രക്ഷപ്പെടാം, ആരെ കണ്ണിൽ പെടണ്ട കേട്ടോ. അപ്പോഴിതാ ഞാനിനി അകത്ത് കയറി വന്നേ. വൈകിട്ടായി. ഇപ്പം അമ്മയ്ക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞായിരുന്നേ. അമ്മ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല. അപ്പോഴും ഇന്ന് അമ്മയ്ക്ക് വൈകിട്ടായി കേട്ടോ. ഇതിപ്പോൾ അപ്പോഴും കഞ്ഞി വേണമെന്ന് പറഞ്ഞ് കുക്കറിനകത്ത് സുപ്പ് ഇച്ചിരി കഞ്ഞി വെച്ച് അതിനി കൊടുക്കട്ടെ. ഒന്നും കഴിക്കത്തില്ലെന്നേ, ഷുഗറൊക്കെ ഒന്ന് കുറയുകയാണ്. നല്ല പ്രശ്നങ്ങളാണ്. അത് നന്നായിട്ട് ഇടാകുമ്പോൾ നന്നായിട്ട് വെന്ത കഞ്ഞിയാണല്ലോ. അപ്പോഴും കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, ഇച്ചിരി കഞ്ഞി കൊടുക്കട്ടെ. വെള്ളച്ചോറിൻ്റെ കഞ്ഞി
സമയം 6:30 കഞ്ഞി കൊടുക്കട്ടെ അമ്മയ്ക്ക്. ഇതാകുമ്പോഴേ നന്നായിട്ട് വെന്ത കഞ്ഞി. ഇരുട്ടായി കേട്ടോ കൂട്ടുകാരെ, ഇരുട്ടായി. അപ്പോഴിനി ചോറൊക്കെ കൊടുക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും എല്ലാം കൂടെ ആകുമ്പോഴേ വെറുതെ കൊടുക്കട്ടെ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. നല്ല ഇരുട്ടായിട്ട്, ഇരുട്ടാകുമ്പോഴത്തേക്കും എൻ്റെ അടുക്കളയിലെ വെട്ടം കുറയും. ടാറ്റ.